നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ് കൃഷ്ണൻ. പ്രധാന വാർത്തകൾ. അച്ചൻകോവിൽ പള്ളിവാസൽ വൈദ്യുതീകരണത്തിന് വനം വകുപ്പിന്റെ അനുമതി. 4 കിലോമീറ്റർ ഹൈടെൻഷൻ ലൈൻ വലിക്കുന്നതിനായി 40 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ്. വനത്തിനുള്ളിൽ താമസിക്കുന്ന 10 കുടുംബങ്ങൾക്ക് 2 മാസത്തിനകം വൈദ്യുതി എത്തിക്കാമെന്ന് പ്രതീക്ഷ. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണത്തിൽ ബോർഡംഗവും RSP പ്രതിനിധിയുമായ M. നാസർ ഖാൻ കരുതിക്കൂട്ടി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന LDF അംഗങ്ങൾ. സഹകാരികൾ ഇതുമൂലം കടുത്ത ബുദ്ധിമുട്ടിലെന്ന് ആരോപണം. തുലാവർഷം ശക്തമായതോടെ തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ പണികൾ ഭാഗികമായി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അച്ചൻകോവിൽ പള്ളിവാസൽ വൈദ്യുതീകരണത്തിന് വനം വകുപ്പിന്റെ അനുമതി. 4 കിലോമീറ്റർ ഹൈടെൻഷൻ ലൈൻ വലിക്കുന്നതിന് 40 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് KSEB തയ്യാറാക്കിയിരിക്കുന്നത്. വനത്തിനുള്ളിൽ താമസിക്കുന്ന 10 കുടുംബങ്ങൾക്ക് 2 മാസത്തിനകം വൈദ്യുതി എത്തും. അച്ചൻകോവിൽ ചെങ്കോട്ട പാതയിൽ വനത്തിനു നടുവിലെ ഗ്രാമമാണ് പള്ളിവാസൽ. 10 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. പട്ടയമില്ലാത്ത 5 ഏക്കർ ഭൂമിയാണ് ഇവർ കൈവശം വെച്ചിരിക്കുന്നത്. ഞങ്ങള് 64 അങ്ങോട്ട് വന്ന പൊന്നുനിന്ന് ഇവിടെ വന്ന് അമ്മ മരത്തിന്റെ ചവിട്ടിയിരുന്നു. അമ്മ ഒറ്റയ്ക്ക് കിടക്കെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു. ഇതിൽ വഴി വന്നത് എരുമേലി വഴിയാ വന്നത്. ഇതിൽ വരാൻ പറ്റിയില്ല. IAP സീസണായിരുന്നു. കാലങ്ങളായി ഇരുട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ പ്രദേശത്ത് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വർഷങ്ങളായി നടക്കുന്നുണ്ടെങ്കിലും വനംവകുപ്പ് തടസ്സം നിന്നതിനാൽ ഇതുവരെ സാധിച്ചില്ല. കഴിഞ്ഞ ഡിസംബറിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽപ്പെടുന്ന വിവിധ സ്ഥലങ്ങൾ രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുത്കരൺ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈദ്യുതീകരിക്കണമെന്ന് കാട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT ഫിലിപ്പ് അന്നത്തെ MP N. പീതാംബരക്കുറുപ്പ് മുഖേന കേന്ദ്ര സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വൈദ്യുതീകരണത്തിന് നടപടിയായതെന്ന് AT ഫിലിപ്പ് പറഞ്ഞു. അച്ചൻകോവിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരം ഈ റോഡ് സൈഡിൽ കൂടെ വനത്തിനകത്തൂടെ ലൈൻ വലിക്കുന്നതിനാണ് ഈ ഉത്തരവ് പ്രകാരം വനം വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്തരവ് നൽകിയത്. ലൈൻ വലിക്കുന്നതിന് എത്ര ഹെക്ടർ സ്ഥലമാണ് വേണ്ടി വരുന്നത്, അതിൻ്റെ NPV നെറ്റ് പ്രസന്റ് വാല്യൂ ഇലക്ട്രിസിറ്റി ബോർഡ് വനം വകുപ്പിന് അടയ്ക്കണം. ഇത് രാജീവ് ഗാന്ധി ഗ്രാമീൺ വൈദ്യുതി യോജന എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ അഞ്ചൽ ബ്ലോക്കിലെ കട്ടളപ്പാറ, റോസ്മല, പള്ളിവാസൽ, വെങ്കിട്ടമോട്, സ്വർണ്ണഗിരി തുടങ്ങിയ പ്രദേശങ്ങൾ വൈദ്യുതീകരിക്കുന്നതിനുള്ള അനുമതിയാണ് നമുക്ക് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് നൽകിയ നിവേദനത്തെ തുടർന്ന് ഡൽഹിയിൽ കൂടിയ ഉന്നതതല ഊർജ്ജ വകുപ്പ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപയാണ് അച്ചൻകോവിൽ നിന്ന് പള്ളിവാസലിലേക്ക് വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഹൈ ടെൻഷൻ ലൈൻ ഏകദേശം 2 മാസം കൊണ്ട് ഈ പള്ളിവാസൽ വൈദ്യുതീകരണ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് ആ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ റോസ്മലയും താമസവിന അനുമതി ലഭിക്കുന്നതോടുകൂടി അവിടെയും വൈദ്യുതി എത്തിച്ചേരും. പട്ടയം കിട്ടാത്ത ഇവർക്ക് ആ പ്രശ്നം താമസിയാതെ പരിഹരിക്കാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കുമെന്ന് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം പറഞ്ഞു. ഈ പട്ടയമൊക്കെ കിട്ടിയാണോ ഈ സ്ഥലത്തിന്? ഇല്ല, പട്ടയം കിട്ടിയിട്ടില്ല. സ്ഥലം 5 ഏക്കർ. അപ്പോൾ എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തോ? ഇല്ല, വീതം വെച്ചു കൊടുത്തില്ല. വേറെ വെച്ചിരിക്കുകയാണ്. അവരൊക്കെ പട്ടയത്തിന്റെ ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. ആ പട്ടയം കൂടി ലഭിക്കുന്നതിനും ഇവരുടെ താമസത്തിന് ഇവിടെ ഉറപ്പുണ്ടാകുന്നതിനും എല്ലാം കഴിയുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ പഞ്ചായത്തും സ്വീകരിക്കുമെന്ന് അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ആര്യങ്കാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ പണികൾ ഭാഗികമായി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഒക്ടോബർ 29-നാണ് ദേശീയപാതയിലെ പാലം റെയിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അടച്ചിട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് റോഡ് തുറന്നുകൊടുത്തത്. പാലം പണിക്കായി 10 ദിവസമാണ് റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും 8-ാം ദിവസം തന്നെ റോഡ് തുറന്നുകൊടുക്കുകയായിരുന്നു. തുലാവർഷം ശക്തമായതോടെ തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വ്യാഴാഴ്ച രാവിലെ ജലനിരപ്പ് 115.88 മീറ്ററായി. ഇതോടെ ഡാമിലെ 3 ഷട്ടറുകളും 25 സെന്റിമീറ്റർ വീതം തുറന്നു. അടുത്ത കാലത്തായി ഡാമിലെ ജലനിരപ്പ് പെട്ടെന്നുയരുന്നതിനു കാരണം ഡാമിന്റെ സംഭരണശേഷി കുറഞ്ഞതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അണക്കെട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കലും മണലും മൂലം മഴ ശക്തമായാലുടൻ ഡാം നിറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. എക്കലും മണലും നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട്. നിലവിൽ 60% മാത്രമാണ് ഡാമിന്റെ സംഭരണശേഷിയെന്നും പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ മഴ ആവശ്യത്തിലേറെ ലഭിച്ചിട്ടും അത് സംഭരിക്കാൻ സാധിക്കാതെ ഒഴുക്കിക്കളയേണ്ട അവസ്ഥയാണ് പരപ്പാർ ഡാമിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല.
മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി CPM അതിൽ അംഗങ്ങളായ സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് പത്തനാപുരം ഏരിയ സെക്രട്ടറി B. അജയ്കുമാർ പുന്നല നോർത്ത് ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുടുംബത്തിന്റെ പാർട്ടി, അതിന് ആരുടെ പാർട്ടിയാണെന്ന് വെച്ചാൽ അത് കുടുംബത്തിന്റെ പാർട്ടിയായിട്ട് മാറുകയുള്ളൂ. കോൺഗ്രസ് അഭിപ്രായത്തെ സംബന്ധിച്ചു എവിടെങ്കിലും പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ AICC ഓഫീസിന്റെ മുമ്പിൽ ഇപ്പൊ കോൺഗ്രസുകാരാണ് പ്രകടനം നടത്തുക. പ്രിയങ്ക ഗാന്ധിയെ വിളിക്കുന്നു, പ്രിയങ്ക ഗാന്ധിയെ വിളിക്കുക, കുടുംബത്തിലെ എല്ലാ ആളുകളെ വിളിക്കുക. അപ്പോൾ കുടുംബത്തിന്റെ പാർട്ടിയായിട്ടുള്ള ഒരുപാട് പാർട്ടി നമ്മൾ നാട്ടിലുണ്ട്. അതേസമയം വ്യക്തികളുടെ പാർട്ടികൾ, വിജയഗാന്ധിയുടെ ഒരു വ്യക്തിയുടെ പാർട്ടി, മമതാ ബാനർജിയുടെ വ്യക്തിയുടെ പാർട്ടി, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരുടെ എല്ലാവരുടെയും കൂടെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. CPM പുന്നല നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി മണികുമാർ അധ്യക്ഷനായി. പാർട്ടിയുടെ മുൻകാല നേതാക്കളായ കരുണാകരൻ, രാമകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. ബാബു, കറവൂർ L. വർഗീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ N. സദാനന്ദൻ, B. രാമചന്ദ്രൻ നായർ, MN. രത്നാകരൻ, M. രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സ്കൂൾ തല ക്ലബ്ബുകൾ മികച്ച വേദിയാണെന്ന് പുനലൂർ ASP J. ഹിമേന്ദ്രനാഥ് IPS വെഞ്ചേമ്പ് NGPM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സ്കൂൾ തല ക്ലബ്ബുകൾ മികച്ച വേദികളാണ്. സഹവർത്തിത്വത്തിനും ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിനും പ്രൊഫഷണലിസം ഉണ്ടാകുന്നതിനും സ്വയം വികസനത്തിനും ഈ അവസരങ്ങൾ ഉപയോഗിക്കണം. ക്ലബ്ബ് പ്രവർത്തനത്തിനായി മുന്നോട്ട് വന്ന വിദ്യാർത്ഥിനികൾ പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. 21ാം നൂറ്റാണ്ട് സ്ത്രീകളുടേതാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ രാഷ്ട്രവികസനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾ മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. a personal satisfaction that is more important. It's not just for making your skills develop or else for substantial growth in your professionalism, but it gives a sense of personal fulfillment and satisfaction for which you should all aim forward and you should come forward. And especially I appeal to girl students here, and this 21st century belongs to women. So in order to be the champions of future generations, you all should utilize this opportunity, come forward, participate and give your best so that ultimately the nation would progress forward. ഗണിത, ശാസ്ത്ര, ഭാഷാ ക്ലബ്ബുകളും പുകയില വിരുദ്ധ ക്ലബ്ബുമാണ് സ്കൂളിൽ പ്രവർത്തനം തുടങ്ങിയത്. സ്കൂൾ മാനേജർ P. പ്രകാശ് കുമാർ അധ്യക്ഷനായി. ഗണിത ക്ലബ്ബ് കോർഡിനേറ്ററും അധ്യാപകനുമായ അനശ്വര ബിജു സ്വാഗതം പറഞ്ഞു. പുനലൂർ SI TS ശിവപ്രകാശ്, സ്കൂൾ പ്രിൻസിപ്പൽ B. മോഹൻദാസ്, PTA പ്രസിഡന്റ് പ്രിൻസ് ഷെൽട്ടൺ ഇബനേസർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുപ്രവർത്തകർ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കണമെന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി K. രാജഗോപാൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ തലവൂർ ആലക്കുഴി ഏലായിൽ ഒരുക്കുന്ന മാതൃകാ കൃഷിത്തോട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അതുമായി ബന്ധപ്പെട്ട മാലിന്യം നീക്കാനും മാലിന്യമുക്തമാക്കാനുള്ള കൂട്ടായ യജ്ഞങ്ങൾക്ക് ആരംഭം കുറിക്കാനുമെല്ലാം ഇന്ന് കേരളത്തിൽ CPIM-ന്റെ ആഹ്വാനപ്രകാരം പൊതുപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ ആവിഷ്കരിച്ചു. കർഷക സംഘം പത്തനാപുരം ഏരിയ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ബിജു K. മാത്യു അധ്യക്ഷനായി. ഒരു വില്ലേജിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം എന്ന നിലയിൽ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ബിജു K. മാത്യു പറഞ്ഞു. തമിഴ്നാട് പച്ചക്കറിയെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലാണ് അവർ വളർത്തുന്നത്. ഒന്ന്, അവർക്ക് വേണ്ടി, അതിനകത്ത് വിഷം അടിക്കാറില്ല. 2, അവരുടെ നാട്ടിൽ കൊടുക്കാൻ, അതിനകത്ത് മിനിമം മാത്രമാണ് അടിക്കുന്നത്. 3, ഇവിടെ തരാൻ റൗണ്ടപ്പ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അത് നോക്കുമ്പോൾ നല്ല ഗുണമേന്മയുള്ളതായി തോന്നുമെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇന്ന് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ള ജില്ലയായി കൊല്ലം ജില്ല ഇപ്പോ കണക്ക് പ്രകാരം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത്ര ഭീകരമായ അവസ്ഥ നേരിടുന്ന സാഹചര്യത്തിൽ എല്ലാ വീട്ടിലും വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കാൻ, എല്ലാ വീട്ടിലും ജൈവ പച്ചക്കറികൾ ഉണ്ടാക്കാൻ, മറ്റ് ഇടപെടൽ ഉണ്ടാക്കാൻ വലിയ ഇടപെടൽ നടത്താനാണ് കർഷക സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ആലക്കുഴി ഏലായിലെ 4 ഏക്കർ സ്ഥലത്താണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കൃഷിത്തോട്ടം നിർമ്മിക്കുന്നത്. വാഴ, മരച്ചീനി, പച്ചക്കറികൾ തുടങ്ങി വിവിധ കാർഷിക വിളകൾ ഇവിടെ ഉത്പാദിപ്പിക്കാനാണ് തീരുമാനം. തലവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ്, കർഷക സംഘം നേതാക്കളായ പ്രേമചന്ദ്രൻ പിള്ള, സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RS ബീന, ഗ്രാമപഞ്ചായത്ത് അംഗം ജോളി അലക്സ്, K. കുഞ്ഞിരാമൻ പിള്ള, R. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണത്തിൽ ബോർഡ് അംഗവും RSP പ്രതിനിധിയുമായ M. നാസർ ഖാൻ കരുതിക്കൂട്ടി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന LDF അംഗങ്ങളുടെ ആരോപണം. സഹകാരികൾ ഇതുമൂലം കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് ബോർഡ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഒരു
ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കുന്നതിന് നാസർ ഖാൻ എന്ന മെമ്പർ തീവ്രമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. LDFന്റെ ബോർഡംഗങ്ങളായ KS അശോകൻ, PM മസൂദ്, N സദാനന്ദൻ എന്നിവരാണ് നാസർ ഖാനെതിരെ രംഗത്തെത്തിയത്. ബാങ്കിലെ LDFന്റെ 4 ബോർഡംഗങ്ങളെ വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാത്തതിനാൽ പുറത്താക്കിയ സാഹചര്യത്തിലാണ് പ്രതിസന്ധി തുടരുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസന്നദ്ധതയുമായി എത്തിയ നാസർ ഖാൻ ബാങ്ക് പ്രസിഡന്റ് M ഡാനിയലിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് രാജി നീട്ടിവച്ചിരുന്നു. വ്യാഴാഴ്ച ചേരുന്ന ബോർഡ് യോഗത്തിൽ പങ്കെടുത്ത ശേഷം രാജിവെക്കുമെന്നാണ് നാസർ ഖാൻ അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ വ്യാഴാഴ്ചത്തെ യോഗത്തിൽ നാസർ ഖാൻ സഹകരിച്ചില്ല എന്നും സഹകാരികൾക്ക് ഇതുമൂലം വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നതെന്നും ബോർഡംഗം KS അശോകൻ ആരോപിച്ചു. കഴിഞ്ഞ രണ്ട് തവണകളായി നാസർ ഖാൻ നാടകീയമായ രീതിയിൽ കമ്മിറ്റിക്ക് പങ്കെടുക്കാനെന്നുള്ള വ്യാജേന ബാങ്കിലെത്തുകയും കമ്മിറ്റിയിലോ മിനിറ്റ്സ് ബുക്കിലോ ഒപ്പിടാതെ കണ്ട് മാറി നിന്നിട്ട് ഈ ഉറുകുന്ന നാടിൻ്റെ, അതായത് പാവപ്പെട്ട ജനങ്ങളുടെ സഹകാരികളുടെ അത്താണിയായിട്ടുള്ള പല കാര്യങ്ങൾക്കും ലോൺ എടുത്തും പല വിധത്തിലും ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവിധത്തിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ ബാങ്കിൻ്റെ ഭരണസമിതിയും. കാരണം സഹകാരികൾ ഒരുപാട് പേര് ഇവിടെ ലോൺ അപേക്ഷ തന്നിട്ടുണ്ട്. പലർക്കും വളരെ അത്യാവശ്യത്തിന് മകളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള അത്യാവശ്യ കാര്യത്തിനോ വേണ്ടി പിള്ളേരെ പഠിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്ന കാര്യത്തിന് പുള്ളിക്കാരൻ ഇപ്പോൾ ലോൺ അപേക്ഷയിൽ ഒപ്പിടാതെ കണ്ടും കമ്മിറ്റിയിൽ ഒപ്പിടാതെയും കമ്മിറ്റി വന്നതിന് ശേഷം കമ്മിറ്റി കൂടുന്നതിന് സഹകരിക്കാതെയും ഇവിടുത്തെ സഹകാരികളോട് ചെയ്യുന്ന ഒരു അന്യായമായ രീതിയിൽ കൂടെ നടക്കുന്നു. അതേസമയം വ്യക്തിതാൽപര്യങ്ങൾക്ക് വേണ്ടി സഹകാരികളെ ബുദ്ധിമുട്ടിക്കുന്ന നാസർ ഖാന്റെ നടപടി അവസാനിപ്പിക്കണമെന്ന് ബോർഡംഗം PM മസൂദ് ആവശ്യപ്പെട്ടു. 5 പേരായി ഇപ്പോൾ നിലവിൽ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളായിട്ടുണ്ട്. അദ്ദേഹം കമ്മിറ്റിക്ക് വരാറില്ല. വന്നാൽ അദ്ദേഹം ആവശ്യമില്ലാത്ത ചില ന്യായങ്ങൾ വെച്ച് ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതിന് പോലും സഹായിക്കുന്നില്ല. ലോൺ അപേക്ഷ ഒപ്പിടാൻ പറഞ്ഞാൽ മറ്റു ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ സംഘത്തിനെതിരെ വ്യാജമായ പ്രചരണവും കൊടുത്ത് ചാനലുകാരെ വിളിച്ച് ആവശ്യമില്ലാത്ത പത്രപ്രസ്ഥാനങ്ങളും ഒക്കെ നടത്തി എന്തോ ഒരു വലിയ തെറ്റായ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഗ്രാമപഞ്ചായത്ത് വിട്ടുനൽകിയ സ്ഥലത്ത് തെന്മല പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനം. നിലവിൽ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ക്വാർട്ടേഴ്സായി ഉപയോഗിക്കും. ബുധനാഴ്ച വൈകിട്ട് ആഭ്യന്തരമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KN വാസവൻ, തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ, റൂറൽ SP S സുരേന്ദ്രൻ, പുനലൂർ ASP Dr. J ഹിമേന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത മാസം ആദ്യം തറക്കല്ലിട്ട് പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. ഇതിനായി ആഭ്യന്തര വകുപ്പ് 35 ലക്ഷം രൂപ അനുവദിക്കും. നിരവധി എതിർപ്പുകളെ മറികടന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പോലീസ് സ്റ്റേഷൻ വിഷയത്തിൽ നിലപാട് ഉറപ്പിച്ചത്. അതേസമയം പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിർമ്മിക്കണമെന്ന് MLA യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ പേരിലുള്ള സ്ഥലത്ത് മാത്രമേ കെട്ടിടം നിർമ്മിക്കാൻ തുക അനുവദിക്കൂ എന്ന വാദത്തിന് മുന്നിൽ വഴങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ കടക്കൽ മേഖലാതല സമ്മേളനം വ്യാഴാഴ്ച സംഘടിപ്പിച്ചു. അനുബന്ധമായി സംഘടിപ്പിച്ച സെമിനാറും പൊതുസമ്മേളനവും കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലത ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MA ഖാൻ പതാക ഉയർത്തിയതോടെ മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. തുടർന്ന് കടക്കൽ SNDP യൂണിയൻ ഹാളിൽ നടന്ന സെമിനാറിന് ജില്ലാ കമ്മിറ്റി അംഗം അനുരാജ് സ്വാഗതം പറഞ്ഞു. ഏത് മേഖലയിലെയും അറിയിപ്പുകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പൊതുപരിപാടികളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും വലിയ പങ്ക് സൗണ്ട്സ് മേഖല വഹിക്കുന്നുണ്ടെന്ന് R ലത സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പരമപ്രധാനമായ വിഷയവും ഒരു വ്യക്തിക്കായാലും സംഘടനകൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും ഏതൊരു വിഷയവും നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ചെവികളിൽ എത്തിക്കണമെങ്കിൽ അതിന് എന്നും ഇപ്പോൾ വിവര സാങ്കേതിക വിദ്യയും പ്രചരണ മാധ്യമങ്ങൾ എല്ലാം തന്നെ പത്രവും അതുപോലെ തന്നെ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം വളരെയധികം പുരോഗതി കൈവരിച്ചെങ്കിൽ പോലും ഇന്നും നമുക്കെല്ലാം പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ സൗണ്ട് സിസ്റ്റം തന്നെയാണ്. ഉത്സവമായാലും ആഘോഷങ്ങളായാലും തെരഞ്ഞെടുപ്പുകളായാലും അതുകൂടാതെ ധനസഹായങ്ങൾ, മരണങ്ങൾ എല്ലാം നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നത് ഈ സൗണ്ട് സിസ്റ്റത്തിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണ്. കടക്കൽ SI MA കബീർ, സൗണ്ട്സ് മേഖലയിലെ പ്രമുഖർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സെമിനാർ. ന്യൂസ് ബ്യൂറോ, കടക്കൽ.
ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കടക്കലിൽ ആർച്ചൊരുക്കിയത് കോളാമ്പികൾ കൊണ്ട്. ഇത് കാഴ്ചക്കാർക്ക് കൌതുകമായി. കടക്കലിലും നിലമേലിലും കോളാമ്പി ആർച്ചുകൾ തയ്യാറാക്കിയിരുന്നു. പൊതുപരിപാടികളിൽ കോളാമ്പി ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ നിരവധി കോളാമ്പികളാണ് ഉപയോഗശൂന്യമായത്. ഒരു കാലത്ത് ശബ്ദമേഖലയിലെ നിറസാന്നിധ്യമായിരുന്നു ഈ കോളാമ്പികൾ. പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ മരത്തിന് മുകളിലും വാഹനങ്ങളുടെ മുകളിലുമായിരുന്ന ശബ്ദ കോളാമ്പികളുടെ സ്ഥാനം ഇപ്പോൾ ഗോഡൌണുകളുടെ മൂലയിലായി. എന്നാൽ കോളാമ്പികൾ കൊണ്ട് മനോഹരമായി ആർച്ച് നിർമ്മിക്കാമെന്ന് സംഘടന കണ്ടെത്തിയതോടെ ഇവയ്ക്ക് പുതിയ നിയോഗം. സാധാരണ കാണാറുള്ള ആർച്ചുകളേക്കാൾ മനോഹരമാണ് ഇത്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മേഖലയുടെ പരിപാടി കൂടിയാകുമ്പോൾ ആർച്ചിൽ മറ്റൊന്നും എഴുതേണ്ട ആവശ്യവും വരുന്നില്ല. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരത്ത് സൺസിറ്റി ഗോൾഡ് പാർക്കിന്റെ പുതിയ മെഗാ ഷോറൂം MLA KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നടിമാരായ ഹണി റോസും നമിത പ്രമോദും ചടങ്ങിൽ സംബന്ധിച്ചു. വൻ ജനാവലിയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയത്. പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതക്കരികിലായാണ് പുതിയ ഷോറൂം. KLDC ചെയർമാൻ ബെന്നി കക്കാട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ഫാത്തിമ ഖാൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം തുടങ്ങിയവർ സന്നിഹിതരായി. ചലച്ചിത്ര താരങ്ങളെ കാണുന്നതിന് വൻ ജനാവലി തടിച്ചുകൂടിയതോടെ പ്രധാന പാതയിലെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാട് അംഗൻവാടിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. 2013-14 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 8 ലക്ഷം രൂപ ചെലവിട്ടാണ് അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ശിവദാസൻ പിള്ള ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. എല്ലാവർക്കും പ്രസിഡന്റാകാൻ കഴിയില്ല, എല്ലാവർക്കും മെമ്പറാകാൻ കഴിയില്ല, എല്ലാവർക്കും മന്ത്രിയാകാൻ കഴിയില്ല. പക്ഷേ അവരവരിൽ അർപ്പിതമാകുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താൽ ഈ രാജ്യത്തിന് ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അങ്ങനെ തുലവും വരുമാനമില്ലാത്ത 1000-ഓളം തദ്ദേശ സ്വയംഭരണങ്ങളുള്ള സ്ഥാപനങ്ങളുള്ള കേരളത്തിൽ ഏറ്റവും വരുമാനം കുറവുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഈ ഗ്രാമപഞ്ചായത്ത്. ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അരുണാദേവി ഭദ്രദീപം തെളിയിച്ചു. പൊതുസമ്മേളനത്തിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A നൌഷാദ് സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D ലില്ലിക്കുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ T തോമസ്, S സുശീലാദേവി, അഡ്വക്കേറ്റ് K അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ മണ്ണൂർ ബാബു, C ബിന്ദു, O അനിതകുമാരി, S സിഞ്ചു, B വിജയമ്മ, ചടയമംഗലം CDPO നിർമ്മലാദേവി, ICDS സൂപ്പർവൈസർ P ശശികല, N പ്രഭാകരൻ നായർ, ഗ്രേസി തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. KSRTC ബസ്സുകളുടെ സമയക്രമം തങ്ങൾക്ക് കൂടി പ്രയോജനകരമാകുന്ന തരത്തിൽ പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റക്കലിൽ UIT വിദ്യാർത്ഥികൾ ബസ്സുകൾ തടഞ്ഞു. വൈകിട്ട് ബസ്സുകളുടെ അശാസ്ത്രീയമായ സമയക്രമം മൂലം വിദ്യാർത്ഥിനികൾ വീടുകളിലെത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വിഷയം ചൂണ്ടിക്കാട്ടി പുനലൂർ ATOയ്ക്ക് പരാതി നൽകാനെത്തിയപ്പോൾ തങ്ങളെ അവഗണിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ വളരെയധികം വൈകിയാണ് വീട്ടിൽ ചെല്ലുന്നത്. ATOയെ പോയി കാണുകയും ഉപരോധിക്കുകയും ചെയ്തിട്ട് പോലും അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നടപടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. ATO സ്ഥലത്തെത്തി ബസ് ഷെഡ്യൂൾ ക്രമീകരിച്ച് സർവീസുകൾ തങ്ങൾക്ക് പ്രയോജനകരമാക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് വിദ്യാർത്ഥികൾ നിലപാടെടുത്തു. തുടർന്ന് തെന്മല പോലീസും രാഷ്ട്രീയ നേതാക്കന്മാരും സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തറ സലീം, തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം VS മണി, പൊതുപ്രവർത്തകൻ അജി കാർത്തിക തുടങ്ങിയവർ ATOയുമായും വിദ്യാർത്ഥികളുമായും ചർച്ച നടത്തി. ചർച്ചയിൽ വിദ്യാർത്ഥികളുടെ സമയമനുസരിച്ച് ബസ് വിട്ടു നൽകാമെന്ന് ATO ഉറപ്പു നൽകിയതോടെ വിദ്യാർത്ഥികൾ സമരത്തിൽ നിന്ന് പിന്മാറി. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. അച്ചൻകോവിൽ പള്ളിവാസൽ വൈദ്യുതീകരണത്തിന് വനം വകുപ്പിന്റെ അനുമതി. 4 കിലോമീറ്റർ ഹൈടെൻഷൻ ലൈൻ വലിക്കുന്നതിനായി 40 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ്. വനത്തിനുള്ളിൽ താമസിക്കുന്ന 10 കുടുംബങ്ങൾക്ക് 2 മാസത്തിനകം വൈദ്യുതി എത്തിക്കാമെന്ന് പ്രതീക്ഷ. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണത്തിൽ ബോർഡംഗവും RSP പ്രതിനിധിയുമായ M നാസർ ഖാൻ കരുതിക്കൂട്ടി പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന LDF അംഗങ്ങൾ. സഹകാരികൾ ഇതുമൂലം കടുത്ത ബുദ്ധിമുട്ടിലെന്ന് ആരോപണം. തുലാവർഷം ശക്തമായതോടെ തെന്മല പരപ്പാർ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ പണികൾ ഭാഗികമായി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.